നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്ന വിഷയം ആത്മാക്കളുടെ കാര്യമാണ്. അത് ആത്മാക്കളെ സ്വപ്നം കണ്ടാലുള്ള കാര്യം. ആത്മാവിനെ സ്വപ്നം കാണാറുണ്ടോ നിങ്ങൾ? അതായത് മരിച്ചവരുടെ ആത്മാക്കളെ, അതാണ് മരിച്ചവരുടെ ആത്മാക്കളെ സ്വപ്നം കാണാറുണ്ടോ എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. അതിന്റെ സൂചനയായിട്ട് അതിനെ കാണാം. മരിച്ചുപോയവരുടെ ആത്മാക്കളെ സ്വപ്നം കണ്ടാൽ ചില കാര്യങ്ങളുടെ സൂചനയായിട്ട് അതിനെ കാണാൻ പറ്റും. മരിച്ചുപോയവരെ സ്വപ്നം കണ്ടു എന്ന് കരുതി ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളോടൊപ്പം ഒരു നാൾ ജീവിച്ചിരുന്നവരാണ് അവര്, ഇല്ലേ? നമ്മളുടെ കൂടെ നമ്മളോടൊപ്പം ഒരു പുരയിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിച്ച് ജീവിച്ച് കഴിഞ്ഞവരായിരുന്നു ഒരു സമയത്ത് അവര്. ചില കാരണത്താൽ, ചിലവരുടെ രോഗം കൊണ്ടോ അല്ലെങ്കിൽ ചിലവരുടെ ആയുസ് തീർന്നോ, വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ചിലവരുടെ ആയുസ് കുറവ് കൊണ്ടോ ഒക്കെ പെട്ടെന്ന് മരണം സംഭവിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള ആത്മാക്കൾ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവരായിരുന്നു, ഇല്ലേ? അവര് നമുക്ക് പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആ മരിച്ചുപോയവരെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. മനഃശാസ്ത്രപരമായും ജ്യോതിഷപരമായും ഇതിനെ വിവിധ രീതികളിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാവ് നിലനിൽക്കുമെന്നും ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ചിലവര് പറയും ഇത് അന്ധവിശ്വാസമായിട്ട് പറയും. ഇത് അന്ധവിശ്വാസമല്ല. കാരണം നമുക്കെല്ലാവർക്കും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് നമ്മുടെ ശരീരത്തെ വെടിഞ്ഞ് പോകുമ്പോൾ ആ ആത്മാവ് നിലനിൽക്കും. ശരീരം മാത്രം നശിച്ചു പോകും, ഇല്ലേ? ആത്മാവുണ്ട്. അപ്പൊ ആ ആത്മാക്കളെയാണ് നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ വരുന്നത്. നമ്മളോട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് ചില സൂചനകൾ അവർക്ക് തരാനുണ്ടാവും. അത് അവര് സ്വപ്നത്തിൽ കൂടെ നമ്മളെ കാണിച്ചു തരുന്നു എന്ന് കാണാം. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഇവിടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സ്വപ്നത്തില് ഈ ആത്മാക്കൾ വന്നാൽ അവർ എങ്ങനെയാണ് നമ്മളോട് അത് നമ്മളെ കാണിക്കുന്നത്, അതിന്റെ ഓരോ കാര്യങ്ങളുടെ ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ടാണ് ജ്യോതിഷ് ശാസ്ത്രപരമായിട്ട്, അത് സ്വപ്നശാസ്ത്രപരമായിട്ട് അതിനെ നമുക്ക് പല വിധത്തിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ മുന്നിൽ, അതായത് നമ്മുടെ സ്വപ്നത്തിൽ പിതൃക്കൾ പ്രസന്നരായി സ്വപ്നത്തിൽ വരുന്നത് കുടുംബത്തിന് അവരുടെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടെന്നു എന്നതിന്റെ തെളിവാണത്. പിതൃക്കള് സ്വപ്നത്തിൽ നമ്മളിൽ വരുമ്പോ അവര് വളരെ പ്രസന്നരായിട്ട് ഇരുന്നു കൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കാണപ്പെടുന്നത് എന്ന് മനസ്സിലായാൽ അവർ നമുക്ക് സംരക്ഷണവും അതുപോലെ അവരുടെ അനുഗ്രഹവും നമ്മൾക്കുണ്ട് എന്നതിന്റെ തെളിവായി അതിനെ കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരുടെ സ്വപ്നം നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? പെട്ടെന്നുണ്ടായ മരണം അല്ലെങ്കിൽ വേർപാട് മൂലം പൂർണ്ണമായും അത് അവര് മരിച്ചു പോയോ, ഇല്ലേ? നമുക്ക് തന്നെ തോന്നാറുണ്ട് അവര് മരിച്ചിട്ടില്ല, അവരിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ളവരുണ്ടാവും, ഇല്ലേ? കാരണം അത് പൂർണ്ണമായും നമ്മത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സ്വപ്നം കാണുമ്പോൾ
അവരോട് അതുകൂടാതെ അവരോട് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്കായി ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളോ മനസ്സിലുണ്ടെങ്കിലാണ് ഇത് സ്വപ്നമായി കാണുന്നത്. മനസ്സിലായോ? ചില ആൾക്കാരെ സ്വപ്നം കാണുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മ അവരുടെ മരണം ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ കരുതണം അവരെ. അതായത് അവർക്ക് വേണ്ടി നമ്മ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെയോ നമ്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നവരാണ്, അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ട് ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ ഓർത്ത് ഉറങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ ചില സമയത്ത് അവര് നമ്മുടെ മുന്നിൽ സ്വപ്നത്തിൽ വരുന്നത്. അപ്പൊ ഇന്ന കാരണം കൊണ്ടാണ്. കാരണം അവർക്ക് വേണ്ടി നമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടണം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് അവര് നമ്മളെ സ്വപ്നത്തിൽ വരുന്നത്. പിന്നെ അവരുടെ ജന്മദിനത്തോടോ അല്ലെങ്കിൽ മരിച്ച ദിവസത്തോടോ അനുബന്ധിച്ച് അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഉള്ളപ്പോൾ അവരെ സ്വപ്നത്തിൽ നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? ചിലവർക്ക് അങ്ങനെ വരും. ചിലവരുടെ മരിച്ചുപോയവരുടെ മരിച്ച ദിവസത്തിൽ അവരെ സ്വപ്നം കാണുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ജന്മദിനത്തിൽ നമ്മൾ നേരത്തെ അവരുടെ ജന്മദിനമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജന്മദിനത്തിൽ നമുക്ക് അവരെ സ്വപ്നം കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം ഒരു നെഗറ്റീവായി ചിന്തിക്കേണ്ട, അതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. കാരണം അവരെ നമ്മുടെ മുമ്പിൽ അത് വരുന്നത് നമ്മളെ അവരുടെ അനുഗ്രഹവും അല്ലെങ്കിൽ ആ ഒരു അവരുടെ അനുഗ്രഹവും അതോടൊപ്പം അവരുടെ ഒരു പിന്തുണയും നമ്മുടെ കുടുംബത്തിനുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയായി ഇതിനെ കാണാവുന്നതാണ്. ഈ ജന്മദിനത്തിലോ അല്ലെങ്കിൽ മരിച്ച ദിവസമൊക്കെ കാണുന്നത്. കാരണം അവര് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള മട്ടിലുള്ള ഒരു സൂചനയായിട്ട് അതിനെ വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് മരിച്ചവർ സ്വപ്നത്തിൽ വന്ന് സംസാരിക്കുന്നത് പൊതുവെ ശുഭകരമായി കരുതപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ആള് സ്വപ്നത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ പൊതുവെ അത് നല്ല കാര്യമായി അതിനെ കാണണം. അതൊരു ശുഭസൂചനയായിട്ടും കാണണം. അവർക്കെന്തോ നമ്മളോട് പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. എന്താ ഒരു ശുഭസൂചനയാണ്. അത് ശുഭകരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരിക്കും അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ ആത്മാക്കള് ചിരിച്ചുകൊണ്ടാണ് നമ്മളോട് ആ സമയത്ത് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശുഭകാര്യങ്ങൾ നമ്മൾക്ക് സംഭവിക്കാനിരിക്കുകയാണെന്നുള്ള സൂചനയാണ് അവര് നമ്മൾക്ക് തരുന്നത്. ചിലവര് മരിച്ചവരുടെ സ്വപ്നം കാണുമ്പോൾ അവര് സങ്കടപ്പെട്ടാണ് അവര് നമ്മളോട് അവര് നമ്മുടെ മുമ്പിൽ വരുന്നത്. വളരെ സങ്കടത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പിതൃക്കൾ അവര് സന്തോഷവാന്മാരല്ല. അവരുടെ ആ ഒരു നമ്മളിൽ അവര് പ്രീതരല്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ അവർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ഇവര് വളരെ സങ്കടപ്പെട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അവർക്ക് നമ്മൾക്ക് അത് തരാനുള്ള സൂചനയായിട്ട് കാണണം. കാരണം അവർക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം, അവർക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കണം എന്നുള്ള സൂചന. അപ്പൊ ഈ മരിച്ചവർക്ക് നമ്മൾ എന്താ കൊടുക്കണത്? അവർക്ക് അവരുടേതായ പിതൃക്കൾക്കുള്ള ചില വഴിപാടുകളും തിലഹോമം അതേപോലെയുള്ള മറ്റ് വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ബലിതർപ്പണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ദുഃഖിതരായിരിക്കും. അങ്ങനെ ദുഃഖത്തോടുകൂടിയായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. മരിച്ചവർ നമുക്ക് ഭക്ഷണം നൽകുന്നതായി കണ്ടാൽ അത് ഏറ്റവും ഐശ്വര്യവും അതുപോലെ തന്നെ ഭാഗ്യവും നമുക്കുണ്ടാകും എന്നതിന്റെ സൂചനയാണ്. അതായത് മരിച്ചുപോയ ആത്മാക്കൾ നമുക്ക് ഭക്ഷണം തരുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ
അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ദുഃഖിതരായി കണ്ടാൽ വരാനിരിക്കുന്ന തടസ്സങ്ങളെയോ പ്രയാസങ്ങളെയോ പറ്റി സൂചനയായിട്ട് അതിനെ കാണാം. അല്ലെങ്കിൽ അവർ സംതൃപ്തരല്ല എന്നാണ് അർത്ഥം, അല്ലേ? അത് ദുഃഖത്തോടു കൂടിയാണ് അവര് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ അവര് നമ്മൾ കാണുന്നതെങ്കിൽ അവർക്ക് പല തടസ്സങ്ങളും നമ്മൾക്ക് വരാനിരിപ്പുണ്ട്, അല്ലെങ്കിൽ പല ആപത്തുകളും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് അവരുടെ ദുഃഖത്തെ നമുക്ക് കാണേണ്ടത്. അങ്ങനെയും കാണാം. പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ബലിതർപ്പണം, അതേപോലെ തന്നെ ആണ്ടുബലി, പിന്നെ തിലഹോമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിതർപ്പണമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ, അതിൽ വീഴ്ച വരുമ്പോഴാണ് അവര് ദുഃഖിതരായിട്ട് കാണപ്പെടുന്നത്. പിതൃക്കൾ പ്രസന്നരായി സ്വപ്നത്തിൽ വരുന്നത് കുടുംബത്തിന് അവരുടെ ആ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു പ്രസന്നതയോടുകൂടി നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ അവർ വരുന്നത്, അവർ നമ്മളിൽ സംപ്രീതരാണ്, അവരുടെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ഒരു കരുതല്, അനുഗ്രഹം, ഇതെല്ലാം നമ്മൾക്ക് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോ മരിച്ചുപോയ ഈ ആത്മാക്കളെ സ്വപ്നം കണ്ടാലുള്ള ഈ വിശേഷം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.